ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മളിപ്പോൾ നിൽക്കുന്നത് വാഗമണ്ണിലാണ്. വാഗമണ്ണിലെ പുതിയ കുറച്ച് കാഴ്ചകളൊക്കെയാണ് നമ്മൾ ഇന്ന് കാണുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നല്ലൊരു ഹിൽ സ്റ്റേഷനിൽ പോകാൻ ആഗ്രഹിക്കുന്നവർക്കും നല്ലൊരു തണുത്ത വെതർ ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും കൂടാതെ മഴയും മഞ്ഞും ഒരുപോലെ ആസ്വദിക്കാൻ പറ്റിയ ഒരു സൂപ്പറായിട്ടുള്ള ഒരു സ്പോട്ടാണിത്. പ്രകൃതി ഭംഗി നിറഞ്ഞ മുട്ടകൾ അടുക്കി വെച്ചേക്കുന്ന പോലുള്ള കുന്നുകൾ നിറഞ്ഞ പ്രദേശമായതുകൊണ്ടാവാം മുട്ടക്കുന്നിനെ വാഗമൺ മെഡോസ് എന്നുകൂടി പേരുണ്ടായത്. വാഗമണിൽ പോകുന്ന ഒറ്റയ്ക്കല്ല. ഇപ്പോൾ ഈ കാണുന്ന ധൃതി പിടിച്ചുള്ള പാക്കിംഗ് ഒക്കെ ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ചോറൊക്കെ പാക്ക് ചെയ്യുകയാണ്. വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും കിരങ്ങൊന്നും അതുപോലെ ദിവ്യേച്ചിയും കുഞ്ഞുങ്ങളും അതുപോലെ തന്നെ മുണ്ടക്കയത്തുനിന്ന് ദൃശ്യമോളും ഒപ്പം കുഞ്ഞാൻ്റെ ഞങ്ങളെല്ലാവരും കൂടെയാണ് ഇന്ന് വാഗമണിലേക്ക് പോകുന്നത്. ഇതിപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് കഴിച്ചു കഴിഞ്ഞുള്ളൊരു ഭാഗമാണ്. ഒരുപാട് നാളുകൾക്ക് ശേഷം എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് കഴിച്ചപ്പോൾ ഒരു പ്രത്യേക ഒരു വൈബാണ്. പ്രത്യേകിച്ച് വാഴയിലയിലായപ്പോഴത്തേന് അതിമധുരം. നമ്മളിപ്പോൾ പോകുന്നത് വാഗമൺ സൂയിസൈഡ് പോയിന്റിലോട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത്. ധാരാളം പ്രകൃതി ഭംഗി നിറഞ്ഞ കുന്നുകളും അതുകൂടാതെ തന്നെ സിനിമാക്കാരുടെയും ഫോട്ടോഷൂട്ടുകാരുടെയൊക്കെ ഒരു പ്രധാന ലൊക്കേഷൻ കേന്ദ്രമാണിത്. ഈ ഏരിയയിലൊക്കെ ഒരുപാട് മരണങ്ങളൊക്കെ പണ്ട് നടന്നിട്ടുള്ള ഏരിയയാണ്. ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു വല്ലാത്തൊരു ഫീലാണ്. കാറ്റ് നമ്മളെ പറത്തിക്കൊണ്ട് പോകുന്നൊരു ഫീലാണ്. മലയിൽ നിന്നുള്ള ദൃശ്യം, അതുപോലെ തന്നെ കോട കൂടി അടിവാരം. ആഹാ, അടിപൊളി, സൂപ്പർ. സഞ്ചാരികൾക്കായി മികച്ച നടപ്പാത, ടോയ്ലറ്റ് സൗകര്യങ്ങൾ മുതലായ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ടൂറിസം വകുപ്പ് തയ്യാറാക്കിയിട്ടുണ്ട്. കുട്ടികളുടെ പാർക്കിലെ ഒരു ആക്ടിവിറ്റിയാണ്. ഒരുപാട് പെയ്ഡ് ആക്ടിവിറ്റികളും അല്ലാതെ ആയിട്ടുള്ള ഒരുപാട് പിള്ളേർക്ക് എൻജോയ് ചെയ്യാനായിട്ട് ഒരുപാട് ഐറ്റംസുകളുണ്ട്. നമുക്ക് കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് പോയതാണ് മൊത്തം വീഡിയോ ഒന്നും എടുക്കാൻ സാധിച്ചില്ല. ഇത് അവിടെയുള്ള വേറൊരു ബ്രിഡ്ജാണിത്. ഞങ്ങളും അതിൽ കൂടെയൊക്കെ നമുക്ക് അതിലൊന്നും കയറി നമ്മൾ പേ ഒന്നും ചെയ്യണ്ട. ഞങ്ങൾ അതിലെല്ലാം കയറി ഇപ്പോൾ ഉത്തോണം കണ്ണപ്പനുമായിട്ടൊന്ന് നടന്നു വരിക. മുമ്പത്തെ വീഡിയോ കാണാത്തവൻ്റെ അറിവിലേക്കാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് അഡ്വഞ്ചർ പാർക്കിലെ ഫ്ലവർ ഗാർഡനിലാണ് നിൽക്കുന്നത്. വൈദ്യുത ദീപാലങ്കാരത്തോടുള്ള ഫോട്ടോ പോയിന്റുകൾ, അതുപോലെ തന്നെ വാട്ടർ ഫൗണ്ടൻ്റെ ഡി ജെ ആഘോഷങ്ങൾ, അതുപോലെ തന്നെ കുട്ടികൾക്കായിട്ട് ഉള്ള ചെറിയ പാർക്കുകൾ, അങ്ങനെ നമുക്കൊരു ആഘോഷരാവ് തന്നെയാണ് നമുക്ക് ഈ ഫ്ലവർ ഗാർഡനിൽ നിന്ന് സമ്മാനിക്കുന്നത്. വാഗമണ്ണിലെ വീഡിയോസ് ഒന്നും കാണാത്തവരാണെന്നുണ്ടെങ്കിൽ മുമ്പത്തെ വീഡിയോസൊക്കെ പോയി കാണണം. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുത്. ഫോണിലൊക്കെ കണ്ട് ഞങ്ങൾ തിരിച്ചു മടങ്ങുകയാണ്. ഇതുവരെയും വാഗമണ്ണിലെ അഡ്വഞ്ചർ പാർക്ക് സന്ദർശിച്ചിട്ടില്ലാത്തവർക്ക് ഒരു ദിവസം മുഴുവൻ കുടുംബത്തോടൊപ്പം ചിലവഴിക്കാൻ സാധിക്കുന്ന കാഴ്ചകളാണ് വാഗമൺ അഡ്വഞ്ചർ പാർക്കിൽ റെഡിയാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് മസ്റ്റായിട്ട് നിങ്ങൾ വന്ന് കാണേണ്ട ഒരു അടിപൊളി കാഴ്ചകളാണ് ഇതുവരെ. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ വീഡിയോസ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഫോളോ ചെയ്യാനൊന്നും മറന്നു പോകരുത്. മുമ്പത്തെ വീഡിയോ ചോദിച്ചിരുന്നു അതിൻ്റെ ആ സെറ്റിങ്സ് ഒക്കെ ഒന്ന് കാണിക്കാൻ ചെയ്തായിരുന്നു. അത് ഇതുവഴി കൂടിയാണ് നമ്മുടെ വാട്ടർ ഫൗണ്ടൻ്റെ വെള്ളമൊക്കെ വരുന്ന ഭാഗം. ഇങ്ങനെയാണ് അവർ സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത് വെളിയിലെ കാഴ്ചയാണ്. നല്ലൊരു വ്യൂ അല്ലേ? അപ്പോൾ നമുക്ക് പുതിയൊരു സ്ഥലത്ത് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതിലേക്കും ടാറ്റാ, ബൈ ബൈ.